അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു ഹനത് ഫാഷൻ ടേക്ക്. ഇന്നുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? അപ്പോൾ ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. രാവിലത്തെ പരിപാടിയാണ് പാക്കിങ്. അപ്പോൾ ഇന്നലെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ബോയാണ് കേട്ടോ ഈ കാണുന്നത്. നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, കണ്ടു നോക്കുക കേട്ടോ. മാഷാല്ലാ, നല്ല ഫ്ലവറാണ്, നല്ല രസമുള്ളൊരു ടൈപ്പ് ഫ്ലവറാണ്. നമുക്ക് പെട്ടെന്ന് സെയിലൊക്കെ നടക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം കേട്ടോ. രസമല്ലേ? എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതിൻ്റെ പല കളേഴ്സ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഷോപ്പിലത്തോട്ടൊക്കെ കൊടുക്കുന്ന ആൾക്കാർക്ക് ഇത് നല്ലൊരു ഓപ്ഷനാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് ഒരു കിറ്റ് കാണിച്ചു തരാം. അത്യാവശ്യം സാധനങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് 550 രൂപയാണ് കിറ്റിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ. നമ്മൾ പഴയ വീഡിയോസൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഒരുപാട് കിറ്റുകൾ ഇട്ടിട്ടുണ്ടായിരുന്നു. 550, 600, 650 അങ്ങനെയൊക്കെയുള്ള റേറ്റുകളിൽ. പിന്നെ എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റണം എന്നുള്ളത് കൊണ്ട് 100 സംതിങ് രൂപയുടേത്, 200 രൂപയിൽ താഴെ 240, 250 അങ്ങനെയുള്ള കിറ്റുകളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങളൊക്കെ നോക്കിയിട്ട് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ വാങ്ങിക്കുക. ഇന്നിപ്പോൾ ഞാൻ 550 രൂപയുടെ ഒരു കിറ്റ് കാണിച്ചു തരാം. ഇതിൻ്റെ അകത്ത് കുറച്ച് സാധനങ്ങൾ ഇൻക്ലൂഡ് ആക്കുന്നുണ്ട്. ബീഡ്സ്, ബോ, അതുപോലെ റിബണുകൾ, ഗ്ലൂ, അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങൾ. തുടക്കക്കാരായിട്ടുള്ള ആൾക്കാരാണ് നിങ്ങൾക്കെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കിറ്റ് വാങ്ങിച്ചാൽ കുറച്ച് സാധനങ്ങൾ ഉണ്ടാക്കാനായിട്ട് പറ്റും കേട്ടോ. ഓക്കെ, ഇനിയിപ്പോൾ വരുന്നത് വെക്കേഷനാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീഡിയോയിൽ ഓർമ്മിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നഷ്ടപ്പെടുത്തി കളയുന്ന ടൈമുകളെന്ന് പറയുന്നത് ഭയങ്കര എന്താ പറയുക, വിലപ്പെട്ടതാണ് കേട്ടോ. ഇപ്പോൾ ഈ ഒരു വെക്കേഷൻ ടൈം എന്നൊക്കെ പറയുന്നത് നമുക്ക് അത്യാവശ്യം സെയിലും കാര്യങ്ങളൊക്കെ നടത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ടൈമാണ്. അതായത് നിങ്ങൾ ഈ വെക്കേഷനിൽ കുറച്ച് സാധനങ്ങളൊക്കെ മേക്ക് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കൂൾ ഉറപ്പിൻ്റെ ടൈമിൽ അത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങളുടെ മക്കൾക്ക് ഇതിൽ ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അവരെ കൊണ്ട് നിങ്ങൾക്ക് ചെയ്യിക്കാനായിട്ട് പറ്റുന്ന ഒരു ടൈമാണ് കേട്ടോ. ഇപ്പോൾ വെക്കേഷനാണല്ലോ, നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ഓരോരോ എക്സ്ട്രാ ഒരുപാട് കാര്യങ്ങൾക്കൊക്കെ കൊണ്ടാക്കുന്നതും പഠിപ്പിക്കുന്നതും ഒക്കെ. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്, പെൺകുഞ്ഞുങ്ങളാണെന്നുണ്ടെങ്കിൽ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ആക്സസറീസൊക്കെ അവർക്ക് തനിയെ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഒരുപാട് കഥ പറഞ്ഞ് നീട്ടുന്നില്ല, ഞാൻ നിങ്ങൾക്ക് ഇന്നത്തെ നമ്മുടെ കിറ്റ് പരിചയപ്പെടുത്തി തരാം. കിറ്റ് നോക്കി നോക്കൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ 550 രൂപ കൊടുത്തിട്ട് ഇത് വാങ്ങിച്ചാൽ കുറേ സംഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് നേരെ കിറ്റിലോട്ട് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ കിറ്റ് വരുന്നത്, 550 രൂപയുടെ കിറ്റ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ആദ്യം തന്നെ നമുക്ക് സാറ്റൻ റിബണിൽ നിന്ന് തുടങ്ങാം. ഈ സാറ്റൻ റിബൺ കാണുന്ന പോലെയല്ല, അത്യാവശ്യം നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവമാണ് കേട്ടോ. നമുക്ക് ഒരുപാട് ഐറ്റംസ് ഈ ഒരു റിബൺ വെച്ചിട്ട് ചെയ്യാം. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഇന്നലെ നമ്മൾ ചെയ്തിട്ടുള്ളത്. ഈ ഒരു വർക്ക് നോക്കിയേ, നല്ല ഭംഗിയില്ലേ ഈ ഒരു ഫ്ലവർ. മാഷാല്ലാ, നമുക്ക് ഈ ഒരു ഇരിക്കുന്ന റിബൺ വെച്ചിട്ട് ഇതേപോലെ വർക്കുകൾ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് വരുന്നത് 3 പീസ് സാറ്റിൻ്റെ റിബൺ, 1 ഇഞ്ചിൻ്റെതും 1/2 ഇഞ്ചിൻ്റെതും 3 പീസും വരുന്നുണ്ട്. പിന്നെ ഈ ഒരു സംഭവം കഴിഞ്ഞ വീഡിയോയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഗിൽറ്റർ എഫക്റ്റ് വരുന്ന ലേസാണ് കേട്ടോ. ഓരോ മീറ്റർ വെച്ചിട്ട് 3 കളർ എടുത്തിട്ടുണ്ട്. തൊട്ടപ്പുറത്തിരിക്കുന്നതെന്ന് പറയുന്നത് ക്രഞ്ചീസ് ഒക്കെ മേക്ക് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് എലാസ്റ്റിക് ആണ്. പിന്നെ നമ്മുടെ ബീഡ്സ് വരുന്നുണ്ട്, ഒരു സിൽവർ കളർ, സിൽവറിൻ്റെ തന്നെ ഗോൾഡൻ കളർ ബീഡ്സ് ഇവിടെ വരുന്നുണ്ട് കേട്ടോ. പിന്നെയെന്ന് പറയുന്നത് B7000 ഗ്ലൂ വരുന്നുണ്ട്. ആ റൗണ്ട് ഷേപ്പിലിരിക്കുന്നതെന്ന് പറയുന്നത് എലാസ്റ്റിക് ആണ് കേട്ടോ. എലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ നമ്മൾ കൈച്ചേനൊക്കെ ഉണ്ടാക്കുന്ന ടൈപ്പ് എലാസ്റ്റിക് ആണ്. പിന്നെ ടിക് ടാക് സ്ലൈഡ് 6 പീസ്, അലിഗേറ്റർ ക്ലിപ്പ് 6 പീസ്, പിന്നെ നമ്മുടെ പിപ്സ്, ഇത്രയും സംഭവങ്ങളും. അതിൻ്റെ അടിയിലിരിക്കുന്നതെന്ന് പറയുന്നത് ക്യാൻവാസിൻ്റെ ഷീറ്റാണ് കേട്ടോ. പിന്നെ വരുന്നത് ബോളാണ്. അതിൽ പ്ലാസ്റ്റിക്കിൻ്റെ ബോ 3/4 ഇഞ്ചിൻ്റെത് 2 പീസ് വരുന്നുണ്ട്. ഏറ്റവും തിന്നായിട്ടുള്ളത് 3 പീസ്, പിന്നെ 1/2 ഇഞ്ചിൻ്റെത് 3 പീസ്. പിന്നെ ഈ വന്നിരിക്കുന്നത് സാറ്റിൻ്റെ ബോയാണ്. അത് 3 പീസ് ബ്ലാക്ക് കളറും കളർ വരുന്ന ടൈപ്പ് 3 പീസും വരുന്നുണ്ട്. ഈ കൊടുത്തിരിക്കുന്ന കളർ എന്ന് പറയുന്നത് ഈ ഇരിക്കുന്ന സാറ്റിൻ റിബണിനെ മാച്ച് ചെയ്തിട്ടുള്ള കളറാണ്. പിന്നെ ബീഡ്സ് ആണ് വരുന്നത്. ഈ ബീഡ്സ് നമുക്ക് കൈച്ചെയിൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ദേ എല്ലാ കളേഴ്സും കൂടെ മിക്സ് ആയിട്ടുള്ള ടൈപ്പ് വരുന്നുണ്ട്. വൈറ്റ് മാത്രമേ ഉള്ളതും, പിന്നെ ഒരു ഇതെന്ത് കളറാണ്, ഒരു ചന്ദന കളർ ടൈപ്പ്, ഓഫ് വൈറ്റ് ഇല്ലേ, അതും വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും സംഭവങ്ങളും ഇൻക്ലൂഡിങ് ഷിപ്പിങ്ങും ആയിട്ടാണ് നമ്മുടെ കിറ്റിൻ്റെ റേറ്റ് വരുന്നത് 550 രൂപ. ഓക്കെ, കിറ്റ് കണ്ടില്ലേ, 550 രൂപ മാത്രമാണ് കിറ്റിൻ്റെ റേറ്റ് വരുന്നത്. നിങ്ങൾക്ക് ഒരു ഹെയർ ബോ ഉണ്ടാക്കിയിട്ട് 50 രൂപയ്ക്ക് സെയിൽ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഒരു ബോയ്ക്ക് 50 രൂപയ്ക്ക് സെയിൽ ചെയ്യാനായിട്ട് പറ്റും. ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നില്ലേ, ഒറ്റ ഫ്ലവർ മാത്രം വെച്ചിട്ടുള്ള ബോ 45 രൂപയ്ക്കോ 50 രൂപയ്ക്കോ നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് പറ്റും. ഈ കിറ്റിൽ മൊത്തത്തിൽ വരുന്ന ബോളുടെ എണ്ണം എന്ന് പറയുന്നത് 6 പീസ് സാറ്റിൻ കവേർഡ് ആയിട്ടുള്ള ബോയും 8 പീസ് പ്ലാസ്റ്റിക്കിൻ്റെ ബോയും വരുന്നുണ്ട് കേട്ടോ. ഒരു പീസ് ബോ നമുക്ക് 50 രൂപയ്ക്ക് കൊടുത്താൽ തന്നെ എത്ര രൂപ കിട്ടുമെന്ന് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാമല്ലോ.
പിന്നെ വരുന്നതെന്ന് പറയുന്നത് അലിഗേറ്റർ ക്ലിപ്പ് വരുന്നുണ്ട്, ടിക് ടാക് സ്ലൈഡ് വരുന്നുണ്ട്, ക്രഞ്ചീസുകൾ മേക്ക് ചെയ്യാനുള്ള ഇലാസ്റ്റിക് വരുന്നുണ്ട്, പിന്നെ ബീഡ്സ് വരുന്നുണ്ട്, കൈച്ചെയിൻ മേക്ക് ചെയ്യാനുള്ള ആ ഒരു സംഭവമുണ്ട്. അപ്പോൾ ഇത്രയും സംഭവങ്ങൾ നമുക്ക് ഈ കിറ്റിൻ്റെ അകത്ത് ഉണ്ടാക്കാനായിട്ട് പറ്റും, സെയിൽ ചെയ്യാനും പറ്റും കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും കിറ്റ് വേണമെന്നുണ്ടെങ്കിൽ പറയ്, ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. കിറ്റായിട്ട് എടുക്കാനോ അല്ലാതെ നിങ്ങൾക്ക് സാധനങ്ങളായിട്ടോ എടുക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്നത്തേത് ഒരു കുഞ്ഞ് വീഡിയോ ആയിരുന്നു. നിങ്ങൾക്ക് മുന്നേ നമ്മൾ കുറേ പ്രോഡക്റ്റുകൾ വളരെ വില കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതെന്ന് പറയുന്നത് സാധനങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, ഞാൻ പറഞ്ഞില്ലേ അപ്പുറത്തെ വീട്ടിൽ നിന്ന് സാധനങ്ങൾ എനിക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ അത് അങ്ങനെ തന്നെ കൊടുത്തിട്ട് ഇവിടെ പുതിയ സാധനങ്ങൾ വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് നല്ല റേറ്റ് കുറവിൽ കൊടുത്തിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. ഇതൊക്കെ വന്നേക്കുന്നത് എല്ലാം പുതിയ ഐറ്റംസ് ആണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു റേറ്റും ഇതുമായിട്ട് കമ്പയർ ചെയ്യരുത്, ഇതെല്ലാം പുതിയ സ്റ്റോക്കുകളാണ്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. ഈ കിടക്കുന്നതാണ് കേട്ടോ നമ്മൾ ക്രഞ്ചീസ് മേക്ക് ചെയ്യുന്ന ടൈപ്പ് എലാസ്റ്റിക്. ഇത് കുറേ പേര് ചോദിച്ചായിരുന്നു എൻ്റെ അടുത്ത്. അപ്പോൾ അന്ന് മാസ്ക് ഉണ്ടാക്കുന്ന മാതിരിയുള്ള എലാസ്റ്റിക് ആയിരുന്നു എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത്. ഇത് നല്ല എലാസ്റ്റിക് ആണ് കേട്ടോ, ക്രഞ്ചീസ് മേക്ക് ചെയ്യാം. പിന്നെ ടോക്കി എന്ന് പറഞ്ഞിട്ടൊരു സാധനമില്ലേ, ഇത് മാത്രമേ ഇത് വെളിയിൽ കാണുന്ന ടൈപ്പിൽ നമ്മളൊരു വർക്ക് ചെയ്യില്ലേ, ആ സംഭവമൊക്കെ ഉണ്ടാക്കാൻ നല്ലതാണ്. അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യൂ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ഒരു കിറ്റ് ഞാൻ കാണിച്ചു തരാം, അത് നെക്സ്റ്റ് വീഡിയോയിൽ ഇടാം കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.